ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ ഇവിടെ ഒരു 250 ഗ്രാം ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടോ? നന്നായി വൃത്തിയാക്കി എടുക്കണം. നമ്മൾ ചെമ്മീനൊക്കെ കണ്ടോ, നന്നായി വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഗാർലിക് ഷ്രിമ്പ് ഉണ്ടാക്കിയെടുക്കാം. വെളുത്തുള്ളി ഇട്ടിട്ടുള്ള ഒരു ചെമ്മീൻ പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, അപ്പോൾ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി, ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുക്കണേ. പിന്നെ കണക്കൊന്നും പറയുന്നില്ല, ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ ഉണ്ട്. ഇത് നന്നായി ചേർത്തെടുക്കാം. നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചെമ്മീനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ ചെമ്മീനും പുറത്തേക്ക് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഇതിലേക്ക് വെച്ചെടുക്കട്ടെ. നമ്മൾ ചെമ്മീനൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് വെക്കാം. ഇതുപോലെ എല്ലാം നല്ലോണം ഒന്ന് മാറ്റിയിട്ട് വെക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. ചെമ്മീൻ കിട്ടിയാലൊക്കെ നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കില്ല, റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കും. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വീട്ടിലുണ്ടാക്കി വെക്കട്ടെ, നല്ല ഉണ്ടാവും. എളുപ്പം കഴിയും ഗാർലിക് ഷ്രിമ്പ് എന്നൊക്കെ പറയുമ്പോൾ. ഹോട്ടലിലൊക്കെ പോയിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് പറയുമ്പോൾ നമുക്കൊരു കുറച്ചേ കൊടുന്നിച്ച് തരുള്ളൂ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് നന്നായി ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഉണ്ടോ? ഇനി നമുക്ക് ഒന്ന് മുരിഞ്ഞോട്ടെ, നമുക്ക് എടുക്കാം. അത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ പാനിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ ഒരുങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഉണ്ടാവും, ചെറുതായിട്ട് ഇളക്കി വെച്ചിടങ്ങനെ അടച്ചെടുക്കാം. ഇനി വെളുത്തുള്ളി ഈ ബട്ടറിൽ കിടന്ന് നന്നായി മുരിഞ്ഞ് വെക്കാം. നല്ലൊരു മണം വരും.
ഒരു വലിയ ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയുണ്ട്, ചെറുതാക്കി നോക്കിയിട്ട് അത് നന്നായി മൊരിയട്ടെ. ഇപ്പോൾ വെളുത്തുള്ളി നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം, കുറച്ചിട്ട് കൊടുത്താൽ. അപ്പോൾ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി, അത് നന്നായി ചേർത്തെടുക്കാം. കുറച്ച് പാർസലിട്ട് കൊടുക്കാം. നമ്മൾ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ ചെമ്മീൻ കിട്ടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ വെളുത്തുള്ളിക്ക് നല്ലൊരു മണം വരണേ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. കണ്ടോ, ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.